ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ബുൾസൈ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് 12 മുട്ട വെച്ചിട്ടുള്ള ബുൾസൈ ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിതാ പാൻ ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ കാടമുട്ടയാണ് കേട്ടോ പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നത്. കാടമുട്ട നമുക്ക് സാധാരണ കിട്ടുന്ന സമയത്ത് നമ്മളെപ്പോഴും സ്ട്രീറ്റ് ഫുഡായിട്ടുള്ള മസാല എഗ്ഗൊക്കെയാണല്ലോ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഞാനിതാ ബുൾസൈ ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് കുറച്ച് സമയം ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് കുക്കാവാനായിട്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്കറിയാം ബുൾസൈ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക സൗണ്ടാണല്ലോ, നല്ലൊരു പൊട്ടലും ചീറ്റലൊക്കെ. അത് കഴിയുന്ന സമയത്ത് നമ്മളിതാ പാനിലേക്കൊന്നിങ്ങനെ മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ 12 മുട്ടയും നമ്മൾ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. പെട്ടെന്ന് കഴിച്ച് തീർന്നു. അപ്പോൾ ഇതാ ഒന്നും കൂടെ ഉണ്ടാക്കിയെടുക്കാനായിട്ടൊരു കൊതി കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മളിതാ ഒരു സെയിം പ്രോസസ്സ് തന്നെ തുടങ്ങുകയാണേ. അപ്പോൾ എഗ് യോക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊട്ടാതെ ബുൾസൈ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണല്ലേ. ചില സമയത്ത് നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ആ ഒരു എഗ് യോക്ക് അതിൽ കലങ്ങി പോയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ബുൾസൈ ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര പ്രശ്നമാണ്. ചിലപ്പം ഓരോന്നൊക്കെ പൊട്ടിപ്പോകുമല്ലോ. പൊട്ടുന്ന സമയത്ത് നേരെ മക്കളങ്ങ് കൈ ഒഴിയും. ഇത് ഇത്തക്കുള്ളതാണ്, ഇത് ദീദിക്കുള്ളതാണെന്ന് പറഞ്ഞ് ഓരോരുത്തരങ്ങ് ഒഴിയും. അല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമ്പോൾ എല്ലാവരും അതിനായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു വിഷയം നിങ്ങളുടെ വീട്ടിലൊക്കെ ബുൾസൈ ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാവാറുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു, ഉണ്ടാക്കിയിട്ടാണ് ഫസ്റ്റ് ടൈം കഴിച്ചത്. അപ്പോൾ നിങ്ങളിതിൻ്റെ മുമ്പ് ഇതുപോലെ ബുൾസൈ കഴിച്ചിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്.